ഹായ് ഫ്രണ്ട്സ്, SN ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു സിമ്പിൾ ഡിസൈൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മുടെ മെറ്റീരിയലിലേക്ക് ഇതുപോലെ ഡയറക്റ്റ് തന്നെയാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. മാർക്കിംഗ് വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് നെക്കാണോ വേണ്ടത് അതുപോലെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. നെക്കിൻ്റെ താഴത്ത് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ഒരു റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്തിട്ട് കുറച്ച് ലീവ്സ് കണ്ടത് ഇവിടെ വരുമ്പോൾ ഒരു ലീഫ്, പിന്നെ ഇവിടെ വരുമ്പോൾ കുറച്ച് ബ്രാഞ്ചസ്, അങ്ങനെയൊക്കെയാണ് ചെയ്തു വരുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുമേ. വളരെ സിമ്പിളാണ്. കുറച്ച് ലീവ്സ്, ബ്രാഞ്ചസ്, സ്റ്റെംസ് ഒക്കെ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ആൻറ്റിക്കിൻ്റെ കട്ട് ബീഡ്സും വേണം. നോർമൽ റെഡ് കളർ ബീഡും എടുത്തിട്ടുണ്ട്. നീഡിൽ നമ്പർ 12 ആണ് എടുത്തേക്കുന്നത്. നോർമൽ സ്വിംഗ് ത്രെഡാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, കറക്റ്റായിട്ട് ഒരു സർക്കിൾ മാർക്ക് ചെയ്തിട്ട് അതിൽ കുറച്ച് ലീവ്സും സ്റ്റെംസൊക്കെ മാത്രം മാർക്ക് ചെയ്ത് പോയാൽ മതി കേട്ടോ. നമ്മുടെ ഐഡിയയിൽ നമുക്ക് ചെയ്ത് പോയാൽ മതി. നമ്മൾ ഈ ഒരു സർക്കിളിൽ കൊടുത്തേക്കുന്നില്ല, ഈ സർക്കിൾ ഫുള്ളും ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് കട്ട് ബീഡ് കൊടുത്താണ് പോരേണ്ടത് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ സ്റ്റെംസ്, ലീവ്സ് ഒക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ലീഫ് ചെയ്യുമ്പോൾ 3 ബീഡ് വീതം ചെരിച്ച് ലീഫ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സ്റ്റെം കൊടുത്തേക്കുന്ന പോർഷനിൽ മാത്രം 3 ബീഡ് കൊടുത്തിട്ട് എൻഡിലായിട്ട് നമുക്ക് റെഡ് കളർ ബീഡും വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയെ. സംഭവം സിമ്പിളാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ലൈനിൽ വേണമെങ്കിൽ ഓരോ ബീഡ് വീതം സർക്കിൾ ഫുള്ളും കട്ട് ബീഡ് വെച്ച് പോരാം. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ലീവ്സും സ്റ്റെംസും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ.
ഓക്കെ കണ്ടോ. അപ്പോൾ ഈ ഒരു സർക്കിൾ ഫുള്ളും നമുക്ക് ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. നമ്മൾ ഈ സെയിം വർക്ക് തന്നെയാണ് കേട്ടോ കണ്ടിന്യൂ ചെയ്ത് പോവേണ്ടത്. അപ്പോൾ ഈ ഒരു സർക്കിൾ ഫുള്ളും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. വളരെ ഈസിയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ കയ്യിൽ പ്ലെയിൻ കുർത്തി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങുന്ന കുർത്തി ഉണ്ടെങ്കിലോ പ്ലെയിനായിട്ട് വർക്കൊന്നും ഇല്ലാത്ത കുർത്തിയാണെങ്കിൽ നമുക്കിതിൽ നമ്മുടെ യോക്ക് ഏരിയയിൽ നമ്മൾ ഇതുപോലെ ഒരു സർക്കിൾ മാർക്ക് ചെയ്യുക. കട്ട് ബീഡും ഇതുപോലുള്ള ബീഡും വെച്ച് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ റെഡ് കളറാണ് കേട്ടോ ഈ ബീഡ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കുർത്തിയിൽ നിങ്ങളുടെ കയ്യിൽ റെഡ് കളർ ഇല്ലെങ്കിൽ നമുക്ക് നോർമൽ ഗോൾഡൻ ബീഡ്സ് ഇല്ലേ, അതായാലും ഇതുപോലെ എൻഡിലായിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. അപ്പോൾ ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആവുന്നുണ്ട് നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.